കുഞ്ഞുങ്ങൾക്ക് നാക്കിന് കെട്ടുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നാക്കിന് കെട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാക്കിന്റെ തുമ്പും നാക്കിന്റെ താഴ്ഭാഗവും തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ പോലെ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാക്കിന്റെ മൂവ്മെന്റിനെ കുറച്ചൊരു അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ലാച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അമ്മമാർക്ക് ഒരു ബ്രസ്റ്റ് പെയിൻ പോലെയും ഉണ്ടാവാം. നമ്മളത് ശ്രദ്ധിക്കാതെ അവർ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ അവരുടെ ചില അക്ഷരങ്ങൾ പറയുന്നതിന് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം. അതായത് നമ്മുടെ നാക്ക് മേലെണ്ണാക്കിൽ തട്ടുന്ന പോലത്തെ ചില അക്ഷരങ്ങൾ ടാ ഡാ സാ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ അക്ഷരം പറയാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെ നമ്മളെ കുഞ്ഞിന് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഒന്നാമത്തെ മാർഗം നമ്മൾ കുഞ്ഞിനോട് നാക്ക് നീട്ടാൻ പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ പുറത്തേക്ക് കുഞ്ഞിന് നാക്ക് നീട്ടാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തത്, ഇനിയിപ്പോ സപ്പോസ് അവർ നാക്ക് നീട്ടുകയാണെങ്കിൽ തന്നെ അവരുടെ നാക്കിനൊരു ഹാർട്ട് ഷേപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. കാരണം നാക്കിന്റെ തുമ്പും താഴെയും നമ്മളൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ആ നടുഭാഗത്ത് നിന്ന് മാത്രം കുറച്ചൊന്ന് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ടെക്നിക്ക്, നമ്മളെ കുഞ്ഞിനോട് നാക്ക് മേലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമ്മുടെ നാക്കും താഴ്ഭാഗമായിട്ട് നമുക്കൊരു കണക്ഷൻ പോലെ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. 2 വയസ്സിന് മുമ്പ് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം കുഞ്ഞിനെ സ്പീച്ച് ബെറ്റർ ആക്കാനായിട്ട് ചെയ്യാന്നുള്ളതായിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്.